ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ഒരു ഫേസ് എങ്ങനെ വരയ്ക്കാൻ എന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഓവൽ ഷേപ്പാണ് വരയ്ക്കുന്നത്. നമ്മളുടെ ഓരോരുത്തരുടെ ഫേസിനനുസരിച്ചാണ് അതിൻ്റെ ഷേപ്പ് വരേണ്ടത്. ചിലർക്ക് റൗണ്ടായിരിക്കും, ചിലർക്ക് ഓവൽ ഷേപ്പായിരിക്കും. ഇത് പൂർണ്ണമായിട്ടും ഓവലല്ല, തലയുടെ മുകൾ ഭാഗത്ത് കുറച്ചൊരു പരന്ന് വരുന്ന രീതിയിലും കൂടെയാണ്. ഇനി ഇതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ മിഡിൽ ഭാഗത്ത് നിന്ന് ഈ ലൈനിൻ്റെ മിഡിൽ ഭാഗം പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് ഇത് ചെവിക്ക് വേണ്ടിയിട്ടും കണ്ണിന് വേണ്ടിയിട്ടുമാണ് ഈ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇവിടെ ഇങ്ങോട്ട് രണ്ട് ഭാഗത്തും ഇത്രയും സ്ഥലം ആയിരിക്കണം രണ്ട് കണ്ണിൻ്റെ സ്പേസ്. അതായത് ഇവിടെ ഒരു കണ്ണിൻ്റെ സ്പേസ്, ഇതും അടുത്ത് ഇവിടെ വരുന്ന സ്പേസ് ഇതേ അളവിൽ തന്നെ ആയിരിക്കണം. പിന്നെ അതിൻ്റെ മിഡിൽ ഭാഗത്ത് രണ്ട് കണ്ണിൻ്റെ എത്ര സ്പേസാണുള്ളത് അത്രയും സ്പേസ് മിഡിൽ ഭാഗത്തും ഉണ്ടായിരിക്കണം. ഇനി ചെവിയുടെ പോയിൻ്റ് ഇവിടെ നിന്നാണ് വരുന്നത്. കണ്ണിൻ്റെ മിഡിൽ ഭാഗത്തുള്ള പോയിൻറ്റിനും താടിയുടെ താഴ്ഭാഗത്തിനും മധ്യത്തിലായിട്ട് വരും മൂക്കിൻ്റെ ഭാഗം. ഇതിനും അതായത് താടിക്കും മൂക്കിനും മധ്യത്തിലായിട്ട് വരും ചുണ്ടിൻ്റെ ഭാഗം. ഇവിടെ ചെവിയുടെ പോർഷൻ അടയാളപ്പെടുത്തുകയാണ്. അതായത് മൂക്കിൻ്റെ അവിടെ നിന്ന് കണ്ണിൻ്റെ മിഡിൽ ലൈനിൻ്റെ അതുവരെ വരുന്നതായിരിക്കും ചെവിയുടെ പോർഷൻ. ഇനി മൂക്കിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഓരോരുത്തരുടെയും ഷേപ്പിനനുസരിച്ചായിരിക്കണം മൂക്കിൻ്റെ ഷേപ്പ് വരയ്ക്കേണ്ടത്. ഇനി ചുണ്ടിൻ്റെതും നമ്മൾ ഓരോ ആൾക്കാരുടെയും ചുണ്ടിൻ്റെ ഷേപ്പിനനുസരിച്ചായിരിക്കും വരയ്ക്കുന്നത്. നമുക്ക് ഇനി കണ്ണ്, മൂക്ക്, ചെവി എല്ലാം പ്രത്യേകിച്ച് പഠിക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് വരച്ചു പോകുന്നതാണ്. ഇവിടെ കണ്ണിൻ്റെ ഷേപ്പ് വരച്ചു. അതായത് കണ്ണിൻ്റെ ആ റൗണ്ടിന് മുകളിലായിട്ട് വരും ഐബ്രോയുടെ ഭാഗം. നമ്മളുടെ കണ്ണിൻ്റെ ഐബ്രോയുടെ അവിടെ നമ്മൾ തൊട്ട് നോക്കുകയാണെങ്കിൽ ഒരു റൗണ്ട് കാണാനൊക്കെ കണ്ണിനും ആ ഐബ്രോ തുടങ്ങുന്ന എവിടെയാണെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിവിടെ ഒരു ബോയുടെ പിക്ചറാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള തലമുടിയുടെ ഷേപ്പാണ് വരച്ചു കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ വരച്ചിട്ടുള്ള സ്കള്ളിനെ, അതായത് ആ ഓവൽ ഷേപ്പിന് മുകളിലായിട്ട് വരും തലമുടിയുടെ ഷേപ്പ്. ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെവിയുടെ ഷേപ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി എല്ലാവരും ഈ പിക്ചർ വരയ്ക്കുക. ഇനി അടുത്ത ഭാഗം അടുത്ത ഇതിൽ കാണാം. ഇനി തുടർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇടുകയാണ്. നമുക്കൊരു ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ചേരുക.